പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്കിൻ്റെയാണ്. ഈ അമ്പലം ഉള്ളത് കൊല്ലം ജില്ലയിൽ ചവറയിലാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തി വനദുർഗയാണ്. ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് മീനമാസത്തിൽ 10, 11 ദിവസങ്ങളിൽ രാത്രിയിലാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് ഈ ചമയവിളക്ക്. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ചാണ് വിളക്കെടുക്കുന്നത്. കൊറ്റനാണ് ഇവിടുത്തെ നിവേദ്യം. മറ്റൊരു പ്രധാന വഴിപാട് കൊറ്റനാണ്. പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം പുറത്ത് എഴുന്നള്ളുന്ന ഭഗവതിയെ അനുഗമിച്ച് ചമയവിളക്കെടുത്ത ഭക്തർ പ്രദക്ഷിണം ചെയ്യും. അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടില്ലേ, പുരുഷന്മാരൊക്കെ സ്ത്രീവേഷമൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് ചമയവിളക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് ഉണ്ട് കേട്ടോ. അത് ചെറിയ പ്രായം തൊട്ടേ എടുക്കുന്നവർ, ഒത്തിരി നല്ല വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. വർഷങ്ങളായിട്ട് എടുക്കുന്നവരും അവിടെയുണ്ട്. ഞാൻ ഇപ്പം ഒത്തിരി നാൾ കൂടിയാണ് ഞാനൊന്ന് തൊഴാൻ പോകുന്നത്. മറ്റേത് ഇടയ്ക്കൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ തൊഴാനായിട്ട് പോയത്. പിന്നെ ഇവിടുത്തെ ഐതിഹ്യം എനിക്ക് അറിയാവുന്ന, ഞാൻ കേട്ടതാണ് കേട്ടോ, കേട്ടുള്ള പരിചയത്തിൽ പറയുന്നതാണ്. ക്ഷേത്രം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നേരത്തെ കാലത്ത് നല്ല കാടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തൊരു വലിയ കുളവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ദിവസം കുട്ടികൾ കളിക്കുമ്പോൾ ഒരു തേങ്ങ കിട്ടുകയും അത് കുത്തിപ്പൊളിക്കാൻ അടുത്തുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ലോഹക്കഷ്ണം കല്ലിൽ തട്ടി. അപ്പം ആ കല്ലിൽ നിന്ന് രക്തം വാർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ പ്രശ്നം വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ കല്ലിൽ ദേവി കുടികൊള്ളുന്നതായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അന്ന് ആ ബാലന്മാരാണ് പെൺവേഷം കെട്ടിയിട്ട് ദേവിക്ക് താലമെടുത്തതെന്നാണ് പറയുന്നത്. ആണ് ഐതിഹ്യം. ഞാൻ കേട്ട കാര്യമാണ്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ നേരമൊക്കെ നിന്ന് ഇവിടെ ഉത്സവങ്ങളൊക്കെ, ഇപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്തും അതുമെല്ലാം കണ്ടു. പിന്നെ ആനയൊക്കെ ഉണ്ടായിരുന്നു, അതും ഒക്കെ കണ്ട് ഞങ്ങൾ 2, 3, 4 പേരും കൂടിയാണ് പോയത്. അപ്പോൾ ഉത്സവമൊക്കെ കണ്ട് തിരികെ പോയിരുന്നു. അപ്പോൾ കുറച്ച് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ കേട്ടോ.